അപ്പോൾ ചങ്ങായിമാർ നമ്മളിന്ന് പുതിയൊരു യാത്ര പോവാട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. എവിടേക്കാണെന്ന് വെച്ചാൽ കന്യാകുമാരി പോകുന്നുണ്ട്, പിന്നെ വേറെ കുറേ സ്ഥലമൊക്കെ പോകണ്ട. എനിക്ക് കറക്റ്റ് അറിയില്ല. എൻ്റെ കൂടെ നമ്മുടെ ഗൈഡ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ട്രെയിൻ 7:15 പറഞ്ഞത്. ഇപ്പോൾ 20 മിനിറ്റ് ലേറ്റാന്ന് പറയുന്നുണ്ട്. ബംഗളൂരു കന്യാകുമാരിയിലാണ് നമ്മൾ പോണത്. ഇവിടെ വേറൊരു ട്രെയിൻ കിടക്കണം, കാണിച്ചു തരാം. ഇത് കോട്ടയം നിസാമുദ്ദീനാണ്. എന്താ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയാണ് നമ്മുടെ ഇത് വന്ന കുറേ സ്ഥലങ്ങൾ. നമ്മൾ കുഴിതുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെ ഇറങ്ങണേന്നൊക്കെ പറഞ്ഞേട്ടാ. എൻ്റെ ഗൈഡിനെ കാണിച്ചു തരാം. ഗൈഡ് എൻ്റെ ഹസ്ബൻഡാട്ടോ, വേറെ ആരുമല്ല. ഇവിടെ ഒരു ട്രെയിൻ കിടക്കണ്ട്, പോയിട്ടില്ല. ഇത് എറണാകുളം നിസാമുദ്ദീൻ. അപ്പോൾ എൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ ട്രിപ്പ്. അത് ചെറിയ തിരക്കൊക്കെ ഉള്ളൂ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ടൈമായിട്ടാണ് പറയണത്. ട്രെയിൻ ലേറ്റാണ്. Your attention please. Train number 16526 Bangalore Kanyakumari Express from Bangalore to Kanyakumari via Kottayam, scheduled to arrive at 7 hours 10 minutes. It is now running late by 20 minutes. The inconvenience caused. നമ്മൾ ട്രെയിൻ കയറി കേട്ടോ, തിരുവല്ലായി. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അവർ ചെങ്ങന്നൂർ ശബരിമലയ്ക്ക് പോകണം. ഹായ് बोलो, हाय. दिखाई नहीं दे रहा है इधर आ जाओ. हाय गाइस, कहाँ जा रहे हो आप लोग? कहाँ जा रहे हो? हाँ शबरीमला. अच्छा, ये वीडियो में आएगा, ठीक है? मेरा वीडियो में आएगा. എന്തോ റിവറിൻ്റെ പേര് ചെയ്യണം അവിടെ. എന്തോ ഈ വെച്ചാണ് വയ്യോണ്ട. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റേഷൻ നമ്മൾ വന്ന ട്രെയിന്. ഏതാണ് സ്റ്റേഷൻ്റെ പേര്? കുളിത്തുറായി അങ്ങനെ എഴുതി വെച്ചാണ്. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അങ്ങനെയാണ് അവിടെ എഴുതിയേക്കണത്. നെയ്യാറ്റിങ്കര കഴിഞ്ഞ് പാറശാല കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷനായിരുന്നു.
നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്റർ ഓട്ടോയ്ക്ക് വന്നാണ്. ഒരു ചിത്രാൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട് അകത്തേക്ക്. എൻട്രി ടൈമൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ അവർ പറയണ വീഡിയോ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ചിത്രാൾ ഇത് ഭഗവതി അമ്മൻ ജെയിൻ ടെമ്പിൾ 1 കിലോമീറ്റർ ചിത്രാൾ അങ്ങനെ ചെയ്യണം. അവിടെ ഞാൻ മൊബൈലിൽ വീഡിയോ എടുക്കുക. അവർ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്ന്. എന്നിട്ട് എൻ്റെ ബാഗ് അവിടെ വെച്ചു ക്യാമറയുള്ള കടയിൽ. കല്ലാണ്, സ്റ്റെപ്പ് കയറി പോകാൻ മുകളിലേക്ക്. ചുറ്റും കാട് പോലെയൊക്കെ ഉണ്ട്. കശുമാവൊക്കെയാണല്ലോ. ഇതെന്തോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അതാന്ന് തോന്നുന്നു. വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഇരിക്കാൻ കസേരയൊക്കെ ഉണ്ട് കേട്ടോ. വരണമൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാറയാണ്. ഇത് അവിടെ ഒരു പള്ളിയാണ്. അവിടെ കണ്ടോ, നല്ല രസം നോക്കിയേ. ആ മരങ്ങളുടെ ഇടയിൽ, കുന്നിൻ്റെ ഇടയിൽ ഒരു പള്ളി. സൈഡിൽ ഫുള്ള് കശുമാവൻ തോട്ടം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ മൊത്തം പാറ. നമുക്ക് വല്ല ബെഞ്ചൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണമെങ്കിൽ. ഇതുണ്ട് ഇവിടെ മുഴുവൻ പാറയാ. ഈ പാറയിലൊക്കെ എല്ലാവരും പേരൊക്കെ എഴുതി വെച്ചേക്കുക. കപ്പിൾസൊക്കെ ആണെന്ന് തോന്നുന്നു. ഹസ്ബൻഡ് അങ്ങോട്ട് നടന്ന്, ഞാൻ ഈ പാറയുടെ അവിടെ നോക്കി എന്ത് കാഴ്ച കാണണമെന്നറിയാൻ വേണ്ടിയിട്ട്. ഓ, ഇവിടെയൊക്കെ വലിയ പാറകളാണ്. ഇതുണ്ടോ, ഇത് കന്യാകുമാരിയാന്ന് തോന്നുന്നു. നമുക്ക് കന്യാകുമാരി മൊത്തം കാണാം കേട്ടോ. ഇത് കന്യാകുമാരിയാന്ന് തോന്നുന്നു മുഴുവൻ. ഇത് മോളിൽ കാണുന്നുണ്ടോ, അതാന്ന് തോന്നുന്നു ജെയിൻ ടെമ്പിൾ. കണ്ടോ പക്കത്ത്, നല്ല രസമുണ്ട്. ഇതാട്ടോ അമ്പലം. മുകളിലോട്ട് കയറണം. ഓ, വഴി ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അമ്പോ, ഇത് സൂപ്പറാണല്ലോ ഇവിടെ. വലിയൊരു പാറയാണ്. ഇടി വെട്ടണുണ്ട്. ഇത്രയും മരങ്ങളുണ്ടായിട്ട് ഒരു കാറ്റ് പോലുമില്ല. ഭയങ്കര ചൂടാ. ഉഷ്ണിച്ച് മരിച്ച്. ഇടി വെട്ടണ കേട്ടാ. ഇതാണ് കേട്ടോ ജെയിൻ ടെമ്പിളിലോട്ട് കയറുന്ന വഴി. പാറ നോക്കിയേ, എന്ത് വലിയ പാറയെന്ന് നോക്കിയേ. ഇതിവിടെയൊക്കെ ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ.
ഇത് വലിയൊരു മരം. ഓ, ഇവിടെ ഗുഹയാട്ടോ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക്. അമ്പോ, സൂപ്പർ വ്യൂ ആണല്ലോ. ഇവിടെയൊക്കെ കൊത്തുപണികളാണ്. അതുകൊണ്ടൊക്കെ അവള് ഗുഹയുടെ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടോ. അത് ഇത് നോക്കി. ഇതാണ് ജെയിൻ ടെമ്പിള്. ഓ, അവിടെ ഒരു വാതിലൊക്കെ ഉണ്ട് കേട്ടോ. അമ്പോ, ഇത് കൊള്ളാലോ. അങ്ങനെ നമ്മൾ ജെയിൻ ടെമ്പിൾ കണ്ട് ഇറങ്ങിട്ടോ. നല്ല ഇടിയാ, മുകളിൽ മിന്നലൊക്കെ വന്ന് മഴ തുടങ്ങി. അതുകൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും വെളിച്ചവും ഇല്ല, ആകെ മൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഇടി മിന്നൽ വന്ന കാരണം നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങും. പിന്നെ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഈ ഹോട്ടലിലായിരിക്കും, അറിയില്ല എന്താണ് അടുത്ത പരിപാടി. നാളെ ജീന്ദ്ര അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആണ് പ്ലാന്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം മഴ വേണ്ടി ഞാൻ ഫോണകത്ത് വെക്കട്ടെ. ബൈ 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 ബൈ.